കൊട്ടാരക്കരയിൽ ഇത്രയൊരു നല്ല സ്ഥാപനം വരാൻ കാരണക്കാരൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ അതിഥിയായി നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. നമസ്കാരം കെ.എൻ. ബാലഗോപാൽ. അപ്പോൾ മിനിസ്റ്റർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്, അങ്ങയുടെ സ്വന്തം മണ്ഡലത്തിൽ എൻ്റെ നാട്ടിൽ ഇത്തരമൊരു നല്ല സ്ഥാപനം വരുന്നു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. മാത്രമല്ല ഇതൊക്കെ ഒരു വികേന്ദ്രീകരണം എപ്പോഴേ നമ്മുടെ നാട്ടിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് താങ്കൾ വഴികാട്ടിയാകുന്നു എന്നുള്ളത് സന്തോഷം. ഈ സോഹോ കോർപ്പറേഷൻ ഇത്തരമൊരു സ്ഥാപനം കൊട്ടാരക്കരയിൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ സാങ്കത്യം നാട്ടുകാരോട് എങ്ങനെ പറയും? അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും വരാവുന്ന സാധ്യതയുണ്ട്. ഇപ്പോഴാണെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം നമുക്ക് എല്ലാ സ്ഥലത്തും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്, നമ്മുടെ റോഡുകൾ നല്ലതാണ്, നമുക്ക് എല്ലാ സ്ഥലത്തും തൊട്ടടുത്ത എയർപോർട്ടിലേക്ക് ഉൾപ്പെടെ പോകാൻ 1-2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഈ പ്രത്യേകതയുള്ള നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകൾ, പരിചയസമ്പന്നരായ ആളുകളുണ്ട്. ചെറുപ്പക്കാർ വിദ്യാഭ്യാസം നേടുന്നു. കഴിഞ്ഞൊരു 100 വർഷക്കാലമായി ലോകത്ത് എല്ലായിടത്തും പോയി ജോലിയെടുക്കുന്ന വളരെ പരിചയസമ്പന്നരായ മലയാളികളുടെ ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വികേന്ദ്രീകൃതമായ ഓരോ പ്രദേശത്തും കേരളം മുഴുവൻ ഒരു നഗരമാണ്, അല്ലെങ്കിൽ കേരളം മുഴുവൻ ഒരു ഗ്രാമമാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുന്നതിനുള്ള സാധ്യതകൾ നല്ലതുപോലുണ്ട്. അത് ഉപയോഗിക്കപ്പെടുന്നു. അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം, കേരളത്തിൽ പല സ്ഥലത്തും നമ്മുടെ പുതിയ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ബഡ്ജറ്റിൽ തന്നെ കുറച്ച് 10ഓളം സ്ഥാപനങ്ങളുടെ IT മാത്രമല്ല, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് ആയാലും മറ്റ് മെഡിക്കൽ രംഗത്തായാലും IT ആയാലും ടെക്നോളജി ആയാലും ഒക്കെയുള്ള 10 സ്ഥാപനങ്ങളോളം എങ്കിലും ഞാൻ ആ ബഡ്ജറ്റിൽ പേരെടുത്ത് പറഞ്ഞിരുന്നു. സോഹോ കോർപ്പറേഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, സോഹോ കോർപ്പറേഷൻ ഒരു ടെക്നിക്കലി കുറച്ചുകൂടി ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അറിയപ്പെടുന്നത്. അവരുടെ പ്രധാന പ്രവർത്തനം ഇൻ്റർനാഷണലി ആണ്. 150 രാജ്യങ്ങളിൽ അവരുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനൊരു സ്ഥാപനം കൂടുതൽ റിസർച്ചിന് R&Dക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നൊരു സ്ഥാപനത്തിന് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നൊരു മെസ്സേജ് വന്നാൽ അതിനർത്ഥം കേരളത്തിൻ്റെ പൊതു എക്കോസിസ്റ്റത്തിന് കൂടുതൽ അംഗീകാരം കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലത്തും വരാനുള്ള സാധ്യതയുണ്ട്, പലതരത്തിലുള്ളത്. ഇവരുടെ പ്രത്യേകത, ഞാൻ ഇവരുമായിട്ടുള്ള നിരന്തരമായ ചർച്ചകളും ഞങ്ങൾ അവരുമായിട്ട് ആ സ്ഥലത്ത് പോവുകയും പിന്നീട് അവർ കേരളത്തിൽ വരികയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ വികസന കാര്യങ്ങളുടെ ഭാഗമായിട്ട്. അവർ ഈ തെങ്കാശിയിൽ അവർക്ക് ഒരു ക്യാമ്പസ് ഉണ്ട്. അവിടെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ തന്നെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാക്കുന്ന തരത്തിലേക്ക് ഗ്രാമീണമായ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലമാണ് എന്നെ ആകർഷിച്ചത്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു, പലതവണ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൊട്ടാരക്കരയിൽ ഇതിനെല്ലാം ഉള്ള പശ്ചാത്തലമുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് 1-1.25 മണിക്കൂറേ മതി. ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ട്. NHകൾ MC റോഡ് 2 നല്ല പ്രധാനപ്പെട്ട റോഡുണ്ട്. നല്ല കാലാവസ്ഥയും നല്ല സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അങ്ങനെ വന്ന് നോക്കി അവർ പലതവണ നോക്കിയിട്ടാണ് ഒരു R&D സെൻറ്റർ ആദ്യം തുടങ്ങി. കൊട്ടാരക്കരയിൽ IHRD ക്യാമ്പസിൽ ഒരു R&D സെൻറ്റർ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നേതൃത്വത്തിൽ അവരാണ് സൗകര്യം ചെയ്ത് കൊടുത്തത്. തുടങ്ങി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ആ സൗകര്യം ഉദ്ഘാടനം ചെയ്തത്. ചെറിയൊരു ക്യാമ്പസ് ആണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാനുള്ള സമയമെടുത്തു. ആ പോസിറ്റീവായ എനർജി ആ പ്രസ്ഥാനത്തിന് കൊടുത്തു. അതിനുശേഷം അവർ അവിടെ തന്നെ ഒരു ക്യാമ്പസ് ഇപ്പോൾ തുടങ്ങുന്നു. 250 പേര് വർക്ക് ചെയ്യാം. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 5-6 കമ്പനികളെ അവരുമായി സഹകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് പോലെ, റോബോട്ടിക്സിൻ്റെ രംഗത്ത് അസിമോവ് പോലെ, അതുപോലെ AI സാങ്കേതികവിദ്യയിലൊക്കെ റിസർച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങളെ R&D സെൻറ്റർ എന്ന നിലയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത, ഇത് വിജയിച്ചാൽ കൂടുതൽ വികസനം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള ആളുകൾക്ക് വീണ്ടും മറ്റ് സ്ഥാപനങ്ങൾ വരാം. ഇത് കേരളത്തിലാകെ ഗുണമുണ്ടാകുന്ന ഒരു മോഡലായിരിക്കും എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ശ്രീകണ്ഠൻ നായർക്കും എനിക്കും ഒക്കെ സന്തോഷം പകരുന്നതാണ് ഇത്തരം വികസനം, പ്രത്യേകിച്ചും കൊട്ടാരക്കരയിൽ വരുമ്പോൾ എന്നുള്ള സന്തോഷം കൂടെ ഉണ്ട്. ഓക്കെ, അവിടുത്തെ ആളുകൾക്ക് കുറച്ചധികം ജോലി കിട്ടുമെന്നുള്ളത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ് കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലെ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ നാട്ടുമ്പുറങ്ങളിലും ഇതുപോലുള്ള ചെറിയ സാറ്റലൈറ്റ് ടൗൺസിലുമൊക്കെ സ്ഥാപനങ്ങൾ വരുമ്പോൾ ആളുകൾ പറയുന്നത് ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ സൗകര്യമില്ല, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി കാണില്ല, അങ്ങനെയുള്ള നെറ്റ് സൗകര്യം കുറവായിരിക്കും. അപ്പോൾ ഇത്തരം പരിമിതികളെ കെ.എൻ. ബാലഗോപാൽ എന്ന മിനിസ്റ്റർ എങ്ങനെയാണ് കടന്നുചാടാൻ തീരുമാനിച്ചിരിക്കുന്നത്? നമുക്ക് വാസ്തവത്തിൽ വാർത്താവിനിമയ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. അത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും നമ്മുടെ ഡിജിറ്റലായിട്ടുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ ഒരു പൊതുവിലുള്ള ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ഫൈബർ ഓപ്റ്റിക്കൽ ലൈനുകളെല്ലാം കുറേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡുകളും റെയിൽവേയും പിന്നെ നല്ല കണക്ടിവിറ്റിയും അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്. എന്നാൽ ഇത്തരം നഗരങ്ങളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പബ്ലിക് സ്പേസുകൾ, എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സ്, ഹോട്ടൽസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ഇതൊക്കെ കൂടുതൽ വേണ്ടി വരും. കാരണം ആളുകൾ വരുമ്പോൾ താമസിക്കാനുള്ള സൗകര്യം വേണ്ടി വരും. അവിടെ തന്നെയുള്ള ആളുകളായിരിക്കില്ലല്ലോ എപ്പോഴും വരിക. ചുറ്റുപാടുമുള്ള പലയിടത്തുനിന്നും ഉള്ള ആളുകൾ വരും, അവിടുത്തെ ആളുകളും ഉണ്ടാവും, ചുറ്റുപാടും ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥാപനം വരും, ഇതിനനുബന്ധമായ ധാരാളം വികസന കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഉണ്ടായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം 100% അങ്ങ് ശരിയായിട്ടെന്നല്ല, പക്ഷേ
അത് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പം തന്നെ ആവശ്യമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ വരാൻ തീരുമാനിച്ചത്. എന്നാലും അടുത്ത വർഷങ്ങളിൽ ഇത്തരം സെൻറ്ററുകളിലെല്ലാം കൂടുതൽ വികസന കാര്യങ്ങൾ വേണ്ടി വരും. കൂടുതൽ IT പ്രൊഫഷണൽസും ITESും റിലേറ്റഡ് ആയ ടെക്നോളജി പ്രൊഫഷണൽസും അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വരും. അതുകൊണ്ട് തന്നെയാണ് IT കണ്ണൂർ ഒരു പാർക്ക്, കണ്ണൂർ കോറിഡോർ, കൊല്ലം കോറിഡോർ 2 കാര്യങ്ങൾ ബഡ്ജറ്റിൽ വലിയ പദ്ധതിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് മാത്രമല്ല മറ്റ് IT സ്ഥാപനങ്ങൾ അവിടെയും കൊല്ലത്തും ഒക്കെ വരുന്നുണ്ട്. കണ്ണൂരിൽ വലിയ പാർക്ക് വരുന്നുണ്ട്. ചെറുനഗരങ്ങളിൽ പലയിടത്തും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ആ പശ്ചാത്തലം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള സൗകര്യങ്ങൾ കേരളത്തിനുണ്ട്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ശ്രീ KN ബാലഗോപാൽ. താങ്കൾക്ക് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ തിരക്കുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. എന്തായാലും ഈ സ്ഥാപനത്തിനും ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങിനും എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് താങ്കളെടുത്ത സന്ദർശിക്കണം. തീർച്ചയായിട്ടും എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി, അവിടെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ശ്രീ KN ബാലഗോപാൽ. നിങ്ങൾക്കറിയുന്ന പോലെ കൊട്ടാരക്കരയിലെ നെടുവത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ സ്ഥാപനം വരുന്നത്. റോബോട്ടുകളും ഡ്രോണുകളും ഒക്കെ ഇനി നെടുവത്തൂരിൽ നിന്ന് ലോകത്തിലേക്ക് ഉൽപ്പാദിപ്പിച്ച് അയക്കും. വിദേശ നാടുകളിലേക്കൊക്കെ തന്നെ നമ്മുടെ നെടുവത്തൂരിൽ നിർമ്മിക്കുന്ന റോബോട്ടുകൾ പോകുമെന്നുള്ള സന്തോഷകരമായ കാര്യമുണ്ട്. ഇത്തരം ഒരു സംരംഭത്തിന് കൊട്ടാരക്കരയിലെയും പരിസര പ്രദേശങ്ങളിലെ ആളുകൾ എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. നമുക്കൊരു ഇൻഡസ്ട്രിയൽ ടെമ്പർ, അതായത് നമുക്ക് വ്യവസായങ്ങളുള്ള ഒരു അനുകൂലമായ സാഹചര്യം ഒരുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. എന്നാലേ വ്യവസായികൾ അങ്ങോട്ടൊക്കെ വരും. നമ്മൾ അവർക്ക് അലോസരം ഉണ്ടാക്കിയാൽ അവർ കട്ടയം പടം മടക്കി സ്ഥലം വിട്ട് കളയും. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ സംരക്ഷണവും നാട്ടുകാരാണ് നൽകേണ്ടത്. സാധാരണ വൻ നഗരങ്ങളിൽ വരുന്ന സ്ഥാപനമാണ് ഈ IT പാർക്ക് എന്നൊക്കെ പറയുന്നത്. അതാണ് നെടുവത്തൂരിൽ വരുന്നത്. എന്തായാലും നെടുവത്തൂരിൻ്റെ തിലകക്കുറിയാകട്ടെ, കൊട്ടാരക്കര കൂടുതൽ വളരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.